അങ്ങാടിപ്പാട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ വിദ്യാർത്ഥികളെ ഒന്ന് ലൈവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയതിന് എയറിൽ പോയ VC നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നോ? ചെറിയൊരു സംശയം. എങ്ങനെ പിള്ളേരെ എയറിൽ കയറ്റാതിരിക്കും? അമ്മാതിരി ചോദ്യമല്ലേ നമ്മുടെ VC പിള്ളേരോട് ചോദിച്ച സ്വയം അപഹാസ്യനായത്. നിങ്ങൾ ഈ നാടിന്റെ കരുത്തായ സിംഹങ്ങളാണ്. പാറ്റകളല്ലെന്ന് പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്തൊക്കെ അടവുകൾ നമ്മുടെ VC പയറ്റി കൂട്ടിയത്. നിങ്ങൾ പാറ്റയാണോ കോക്രോച്ച് ആണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. പിള്ളേരൊന്നും അനങ്ങുന്ന പോലും ഇല്ലല്ലോ പിള്ളേച്ച. സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. സിംഹം എന്നൊക്കെ എത്ര ബൂസ്റ്റ് ചെയ്തിട്ടും പിള്ളേര് മൂളുന്നു പോലും ഇല്ലല്ലോ കുന്നുമ്മ സാറേ. പിള്ളേര് നൃത്തിയങ്ങ് അപമാനിക്കുവാണല്ലോ സാറേ. ഇങ്ങനെ പരസ്യമായി നാണം കെടാനും വേണം ഒരു കഴിവൊക്കെ. പോരാ, ശബ്ദം പോരാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ? ചായ കിട്ടിയല്ലോ. എന്റെ പൊന്നു സാറേ, പിള്ളേര് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ല. നിങ്ങൾ ഇനി ചായക്കും ചോറിനും പകരം മന്തി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും പിള്ളേര് പാറ്റയല്ലെന്ന് പറയില്ല സാറേ. കാരണം പ്രതികരിക്കാൻ അറിയാത്ത പാറ്റകളാണ് യുവാക്കളെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഉടനെ വെറുതെ പ്രതികരിച്ചവരല്ല ഈ പാറ്റകൾ. നീറ്റ് ക്രമക്കേട് ചൂണ്ടിക്കാറ്റി അവകാശ സമരത്തിനായി ആയിരക്കണക്കിന് പാറ്റകൾ കൂട്ടം കൂടിയതിന്റെ ഭാഗമായിട്ടാണ് മിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ മറ്റേ സിംഹം രാജാവായിരുന്ന കഥയൊക്കെ ഇല്ലേ, അതൊക്കെ മാറി. ഇത് പുതിയ തലമുറയിൽപ്പെട്ടവരെ വലിയ തോതിൽ ആകർഷിക്കുന്ന വിധത്തിൽ ഈ വിദ്യാർത്ഥി സമരത്തിന് പുതിയ ഒരു തലം കൊടുക്കുന്നതിൽ പാറ്റകൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂപ്പർക്ക് പാറ്റകളെ കുറിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത്രയും വലിയ VC ആയിട്ട് നിങ്ങൾക്ക് മാത്രം ഇന്ത്യയിലെ പാറ്റകളുടെ ശക്തിയെ കുറിച്ച് അറിയാതെ പോയത് കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. പാറ്റയാണോ കോക്രോച്ച് ആണോ അല്ല എന്നുള്ളവർ ഒന്ന് ഉറച്ചു പറഞ്ഞേ. നിങ്ങൾ പാറ്റകളാണോ? നിങ്ങൾ പിന്നെ എന്താണ്? എന്നാലും സമ്മതിക്കണം, പിള്ളേർ ഇത്ര അപമാനിച്ചിട്ടും സിംഹത്തെ ന്യായീകരിക്കാനുള്ള സാറിന്റെ ആ തൊലിക്കട്ടി കാണ്ടാമൃഗത്തിന് ഒരു വെല്ലുവിളിയാകുമോ നമ്മുടെ VC? എന്തായാലും എല്ലാ അടവുകളും പാളി. മോനൻ സാറിന്റെ മോഹമെല്ലാം പിള്ളേര് തകർത്തടുക്കി. അധികാരത്തിന്റെ ഹുങ്കുമായി നടക്കുന്ന പലരെയും പിള്ളേര് കുന്നിന്മേൽ നിന്ന് താഴേക്ക് ഇറക്കുമെന്ന് ഇതോടെങ്കിലും കുന്നിന്മേൽ സാറിന് മനസ്സിലായി കാണുമോ എന്തോ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.